മഹാത്മാഗാന്ധിയുടെ 77ാം രക്തസാക്ഷിത്വ ദിനത്തിൽ DCC ഓഫീസിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി. ചുരുങ്ങിയ ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മളുടെ ചടങ്ങുകളുടെ അവസാനിപ്പിക്കും. ഇവിടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി മുൻ MLA പ്രൊഫസർ AD മുസ്തഫ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഈ ദിനത്തിലാണ് 77 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവായി മാറിക്കഴിഞ്ഞിരുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഭീകരൻ, വർഗീയ കോമരൻ, മഹാത്മാജി തന്റെ വിശ്വപ്രസിദ്ധമായ സർവമത പ്രാർത്ഥനാ യോഗത്തിലേക്ക് കടക്കുമ്പോൾ 3 വെടി, 2 വയറ്റിലും 1 നെഞ്ചത്തും ഹേ രാം എന്ന മന്ത്രവുമായി കൊണ്ട് മഹാത്മാജി മരിച്ചു വീഴും. ആരായിരുന്നു മഹാത്മാഗാന്ധി എന്ന ചോദ്യത്തിന് ലോകം കണ്ടെത്തിയ ഉത്തരം ആധുനിക യുഗത്തിൽ, ആധുനിക യുഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 15ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്ത് ലോക ചരിത്രത്തെ അഗാധമായി സ്വാധീനിച്ച, ചരിത്രം സൃഷ്ടിച്ച 100 മഹാത്മാക്കളിൽ അഗ്രഗണ്യനാണ് അംഗീകരിച്ച വസ്തുതയാണ്. പക്ഷെ നരേന്ദ്രമോദിക്ക് ഇതറിയില്ല. ലജ്ജയില്ലാതെ മനുഷ്യൻ പറഞ്ഞത് ഗാന്ധിജിയെ കുറിച്ച് ലോകമറിയുന്നത് ഗാന്ധി സിനിമയിലൂടെ. നമുക്കറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നടത്തിയ ധീരോദാത്തമായ പോരാട്ടം 1906 ഒരു ബാരിസ്റ്ററായി ജോലി ചെയ്തിരുന്ന ഗാന്ധിജി ബോംബെയിലെ അബ്ദുള്ള ബ്രദേഴ്സിന്റെ കേസ് അന്വേഷണമായിക്കൊണ്ട് ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നത്. നേതാക്കളായ രാജീവൻ എളയാവൂർ, K പ്രമോദ്, സുരേഷ് ബാബു എളയാവൂർ, T ജയകൃഷ്ണൻ, അഡ്വക്കേറ്റ് റഷീദ് കവായ്, CT ഗിരിജ, P മാധവൻ മാസ്റ്റർ, P മുഹമ്മദ് ഷമാസ്, ശ്രീജ മഠത്തിൽ, കായ്ക്കൽ രാഹുൽ, കൂക്കിരി രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 761